മീര മുൻകൈയെടുത്ത് റാമിന്റെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നു. അച്ഛനും അമ്മയും മകൾ കണ്ടെത്തിയ പുരുഷന് ആശംസകൾ നേർന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ ഇല്ലാതാക്കി സീതയുടെ ഫോൺ വരും. ഹലോ ശ്രീയേട്ടാ. ശ്രീയേട്ടനല്ല, അപരിചിതയും ഒത്തുള്ള റാമിന്റെ ഫോട്ടോകൾ കണ്ട് സീത തകർന്നു. നിങ്ങൾക്ക് ഒരു ആത്മാഭിമാനം ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നു. ഗംഗമോൾക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അർച്ചനയും ഗിരിയും തമ്മിൽ ചാരുവിനെ പഠിപ്പിക്കുന്ന സീതേച്ചിയാണ്. തുടർന്ന് കാണുക. പറമ്പ് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പിടി മണ്ണ് പോലും ഇനി നഷ്ടപ്പെടില്ല. വലിയ ഉപകാരം മാഡം. ടിജോ, എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ? ഉണ്ട് മാഡം. ആ ഫയലും കൊണ്ടുവരും. ശരി മാഡം. ആഹാ, അത് ശരി. അപ്പൊ പുതിയ വില്ലേജ് ഓഫീസർ തുനിഞ്ഞിറങ്ങിയിരിക്കണല്ലോ. ആരുടെയും വാക്കിനൊപ്പം അല്ല, സ്വയം ബോധ്യപ്പെടുന്ന സത്യത്തിനൊപ്പം ഞാൻ നിൽക്കാറുള്ളത്. ഇവിടെയും അതേ സംഭവിച്ചിട്ടുള്ളൂ. ഇദ്ദേഹത്തിന്റെ 5 സെന്റ് ഭൂമി കൃത്യമായിട്ട് നിങ്ങൾ കയ്യേറിയിട്ടുണ്ട്. അതുകൊണ്ട് അതിർത്തിയിലെല്ലാം കൃത്യമായിട്ട് കുറ്റി നാട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്കൊന്നും പറയാനില്ല കൊച്ചേ. നീ ചെയ്തതൊക്കെ തന്നെ ശരി. ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവരുടെ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ സർ? ആ പാവപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീരും ശാപവും അല്ലാതെ. നീ ഇനി കൂടുതൽ പ്രസംഗിക്കുകയൊന്നും വേണ്ട. നീ സൂക്ഷിച്ചോ കേട്ടോ. നിങ്ങളെ പോലെയുള്ളവര് ഭയക്കുന്നതുകൊണ്ട് ഇവരൊക്കെ മുതലെടുക്കുന്നത്. ഒരുപാട് സർക്കസിന് ശേഷം ഞാൻ ഈ വില്ലേജ് ഓഫീസറുടെ കസേരയിലെത്തിയത്. അതുകൊണ്ട് ഇത്തരം വാക്കുകളൊന്നും വേണ്ട. ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എന്നെ തല്ലുവോ കൊല്ലുവോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതായിരിക്കും. എന്തായാലും ശരി, നിയമം വിട്ടൊരു കളിക്ക് ഞാനില്ല. വാ, വണ്ടി എടുക്കും. മൂന്ന് പെൺമക്കളെയും കൊണ്ട് നീ ഇവിടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തായി മോളെ, എല്ലാ വിഷയത്തിനും മാർക്ക് പറഞ്ഞോ? ആ, പറഞ്ഞായിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട്? ചിലതൊക്കെ ജയിച്ചു. ആഹാ, അപ്പൊ ചിലതിനൊക്കെ തോക്കും ചെയ്തു അല്ലേ? നോക്കട്ടെ. മലയാളം 28, ഇംഗ്ലീഷ് 11, കണക്ക് 3. ഇത് വലിയ മാർക്കാണല്ലോ. അച്ഛൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് കൊണ്ട് കണക്കിന് നല്ല മാർക്ക് കിട്ടി. തരക്കേടില്ലാത്ത മാർക്കാ 3. കുഞ്ഞിനെ ദേഷ്യത്തിൽ നോക്കുന്ന എന്തിനാടി? എന്റെ തലച്ചോറ മോക്ക് കിട്ടിയേക്കുന്നേ. പിന്നെ 3 30 ആകുകയല്ലോ. ആ ചെല്ല്, അച്ഛനെ കൊണ്ടേ കാണിക്കും. സ്വന്തം മോക്ക് ഇതാ മാർക്കെങ്കില് അവൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ ഗതി എന്താവും? ആ, ഇനി അതിനെ കൊണ്ടേ തന്നെ. ചാരുമോൾ അറിയാവുന്നല്ലോ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചാ അതിനെ ആട്ടി ഓടിക്കും. കാണാലോ സാമർഥ്യക്കാരിക്ക് എത്ര മാർക്ക് കിട്ടൂന്ന്. എന്റെ മോക്ക് കണക്കിന് 3 ആണെങ്കിൽ അവക്ക് 0 ആയിരിക്കും. അതെ അതെ, 0ന് മുമ്പ് ഒരക്കം കൂടെ ഉണ്ടാവും.
കേട്ട് നിക്കാതെ ഇങ്ങോട്ട് പാടി. അതല്ലേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഗിരിയേട്ട മോളുടെ മാർക്ക് അറിഞ്ഞില്ലേ? ഇല്ല. അച്ഛനും മോളും ഒരു സ്കൂളിലാ, പിന്നെന്താ തിരക്കാതിരുന്നു? ആ ഞാൻ ഇന്ന് വേറെ കുറച്ച് തിരക്കിലായിരുന്നു. ആഹാ, എത്ര മാർക്കുണ്ട് മോൾക്ക്? എല്ലാത്തിലും പ്രതീക്ഷ പോലൊന്നും ഇല്ല. എങ്കിലും കണക്കിന് നല്ല മാർക്കില്ലേ? ആ അതാ ഒരു ആശ്വാസം. കണക്കിന് മാത്രം നല്ല മാർക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, കണക്കിന് എന്റെ മോള് പിന്നിൽ പോവില്ല. അല്ല, എത്രയുണ്ട് മാർക്ക്? പറഞ്ഞു കൊടുക്കും മോളെ. ഇങ്ങോട്ട് പാടി. മോൾക്ക് നല്ല മാർക്കുണ്ടല്ലേ, പിന്നെന്താ പറയാൻ ഇത്ര മടി? ആ 1-2 മാർക്ക് പോയി കാണും, അത് സാരമില്ല. അടുത്ത തവണ നമ്മൾ മേക്കപ്പ് ചെയ്യില്ലേ? ഊമെ പോലും ഇരിക്കാതെ പറഞ്ഞു കൊടുക്കടി. കണക്കിന് 50-ൽ 3. 2-3 മാർക്ക് കുറഞ്ഞതല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അച്ഛനല്ലേ പഠിപ്പിച്ചത്, അപ്പൊ വഴി ഉണ്ടായി കാണും. ഇനി ചത്തുകളയുന്ന നല്ലത്. ഓ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ, ഇവളെ പഠിക്കാൻ വിടാത്ത നല്ലത്. പ്രായപൂർത്തിയായ കല്യാണം കഴിപ്പിച്ചങ്ങ് വിടാം. നീ ഒന്ന് അടങ്ങടി. ഇനി മറ്റവള് മാർക്കുമായിട്ട് വരും. അവൾക്കാണെങ്കിൽ 50-ന് 40 കുറഞ്ഞ മാർക്കും ഇല്ല. കണക്കിനാണെങ്കിൽ ചിലപ്പോ മുഴുവൻ മാർക്കും കിട്ടും. ചാരുവിന് ശ്രദ്ധ കൂടുതലാ. പിന്നെ സീതേച്ചിയൊക്കെ പറയാറുണ്ടല്ലോ, ഒരു കാര്യം ഒരു തവണ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിൽ നിൽക്കും. ആ കഴിവിപ്പോ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അടിച്ചു പഠിപ്പിച്ചാലും അത് കിട്ടില്ല. അവസാനം അതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. ക്ലാസ്സിൽ നീ എത്രാമതടി? നിന്നേക്കാളും പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? എന്താടി മിണ്ടാത്തെ? 2-3 കുട്ടികളുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ പിന്നിലിരുത്തി. കേട്ടല്ലോ, കണക്ക് മാതിയാരുടെ മോള് പിന്നില്. പിശുക്കനായൊരു അച്ഛനും മണ്ടിയായൊരു മോളും. എന്റെ ആകെയുള്ള സമ്പാദ്യം അതാ. കളിയാക്കല് കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അത് ഓടിങ്ങ് പോന്നെ. നശിച്ചൊരു വീട് തന്നെ. ചാരു എന്നൊരു കുട്ടിയും അതിന്റെ കൂടെ ഒരു പട്ടിയും. എല്ലാത്തിനും ഞാൻ ഒരു ദിവസം വിഷം കൊടുത്ത് കൊല്ലു നോയിക്കോ. എടി, നിന്റെ മോക്ക് മാർക്ക് കുറഞ്ഞതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നേ? അവള് നിന്നെ പോലെ തന്നെ പഠിക്കാൻ മണ്ടിയേ. ഹാ, അച്ഛനായിട്ടൊരു കണക്കുവാദിയരുണ്ട്. എന്തു പഠിപ്പിക്കുന്നു എന്തോ. ആ കണ്ണുപൊട്ടിക്കാണെങ്കിലോ 50-ൽ 50 കിട്ടി. എടി, അത് ബുദ്ധിയുള്ള കൊച്ചാ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? അവള് പഠിക്കാനായിട്ടൊക്കെ വിളിക്കുമ്പോ നിന്റെ മോളെ അതിന് അനുവദിക്കണം. അത് ചെയ്യാതെ വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഇനിയും ഇത് തന്നെയായിരിക്കും സ്ഥിതി. എന്നാലും ഞങ്ങൾക്ക് ഇത്രയും മാർക്ക് കുറയുന്നു കരുതിയില്ലമ്മേ. എന്തിനാ അവളെ ഇനി പഠിപ്പിക്കുന്നവരെ ചിന്തിച്ചു പോവാ? എന്നാ പഠിപ്പിക്കണ്ട. അത്രയും പൈസ നിന്റെ കെട്ടിയോന് ലാഭം. എടി, കുട്ടികളാവുമ്പോ പരീക്ഷയ്ക്ക് ജയിക്കും തോൽക്കും. അതിന്റെ പേരിൽ ഇങ്ങനെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആരുടെയും മുഖത്ത് നോക്കാൻ വയ്യാതെയായി. ആ വീട്ടിലുള്ള പട്ടി പോലും കളിയാക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു ചായ ഇട്ട് തരാം, അത് കുടിച്ചോണ്ട് വേഗം പോവാൻ നോക്ക്. ഇനി ഈ പേര് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നോക്കണ്ട. ഒരു കൊച്ചിന്റെ കാര്യം പറഞ്ഞു. ചാരുമോളെ. ആ കടത്തു മാമനോ? സീതമ്മ എവിടെ മോളെ? കുമാരേട്ടൻ എത്തിയോ? നല്ല നാടൻ പൂവന, അധികം മുറ്റാത്തത്. എത്രയായി കാശ്? അയ്യോ കാശോ, ഇത് ഞാൻ ചാരുമോൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ. മോള് നല്ല മാർക്ക് വാങ്ങിയതിന്റെ സന്തോഷം. എന്നാലും നല്ല നാടൻ ചിക്കനല്ലേ, നല്ല വിലയെ കാണുമല്ലോ. ഞാനും രാമേട്ടനെ പോലെ തന്നെ. എന്നോട് നിങ്ങൾ ആരും ഒന്നും ആവശ്യപ്പെടുന്നില്ലെന്ന സങ്കടമേ ഉള്ളൂ. കുമാരൻ മാമ, ചിക്കൻ അല്ല സീതമ്മയ്ക്ക് കൊടുക്കേണ്ടത്, രാമനങ്കിളിനെയാ. അയ്യോ, ആ ഒരു കാര്യത്തിൽ മാത്രം രക്ഷയില്ല.
രാമൻ അങ്കിളിൽ തോന്നി ആ അങ്കിൾ ഇങ്ങ് വരും. ഉച്ചയ്ക്ക് കുമാരേട്ടൻ കഴിക്കാനുണ്ടാവോ? ഏയ് ഇല്ല സീത, അമ്മ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും, പിന്നെ അത് വെറുതെ കളയണം. ഗിരിയും അർച്ചനയും മോൾക്ക് ബ്രോയിലർ ചിക്കനാ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിന്റെ പേരിലുണ്ടായ കലഹത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴേ കരുതിയതാ കുറച്ച് നല്ല ചിക്കൻ വാങ്ങണം. പറഞ്ഞാ മതി, ചിക്കൻ ആയാലും ശരി മീനായാലും ശരി ഞാനിങ്ങ് എത്തിച്ചോളാം. പോട്ടെ മോളെ, ടാറ്റാ. ആ കുമാരേട്ട, ശ്രീയേട്ടൻ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? എന്താ സീത ഇത്? വിളിച്ച ആ നിമിഷം ഞാൻ ഓടി വന്ന് പറയില്ലേ? രാമനോടൊപ്പം യാത്ര ചെയ്യുമ്പോ ഇതിനൊരു അവസാനം ഉണ്ടാകരുതെന്ന് തോന്നും. എന്നാ പിന്നെ ഞാനിങ്ങനെ ഓടിച്ചോണ്ടേയിരിക്കാം. ക്ഷീണിക്കുമ്പോ ഞാനും ഓടിക്കാന്നേ. അങ്ങനെ ക്ഷീണം തോന്നുമ്പോ എന്നും വളയം പിടിക്കാൻ നീ ഉണ്ടാവില്ലല്ലോ. റാം പറഞ്ഞ ഞാൻ വേണമെങ്കിൽ പരിഗണിക്കാം. അയ്യോ വേണ്ടേ. ഞാൻ പറഞ്ഞത് സത്യ റാം. റാം തന്നെയാ എന്നെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചു പോയേനെ. നീ വന്ന ശേഷം ഞാനും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. മതി, അത് കേട്ടാ മതി എനിക്ക്. നിന്നെ എവിടെ ഡ്രോപ്പ് ചെയ്യണ്ടോ? നമുക്ക് എന്റെ ഓഫീസിലേക്ക് പോവാം. ശരി. ഇനി ഭാര്യ എന്ന അധികാരത്തോടെ റാമിനൊന്നിച്ച് യാത്ര ചെയ്യാൻ എത്ര ദൂരം ഉണ്ടാകുമോ എന്തോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റാം ഇരിക്ക്. നീയല്ലേ എം പി, നീ ഇരിക്കെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ലെങ്കിൽ ഇനി എന്തിനാ റാം ഒരു സെപ്പറേഷൻ? നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പൊയ്ക്കൂടെ? എന്റെ ബിസിനസ്സിൽ റാമിന് പങ്കാളിയായിക്കൂടെ? അത് ശരിയാവില്ലടി. പാർട്ട്ണർഷിപ്പ് എനിക്ക് ഇഷ്ടമല്ല. അതെന്താ റാം അങ്ങനെ പറഞ്ഞത്? എല്ലാ അർത്ഥത്തിലും ഒരാളെ അറിയാമെങ്കിൽ അയാളുമായി പാർട്ട്ണർഷിപ്പ് പാടില്ലേ? ഓരോരുത്തർക്കും ഓരോ മൈൻഡ് അല്ലേടി, അതനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. നീ എന്നെക്കാളും റിച്ച്. നിന്റെ എക്സ്പോർട്ടിംഗ് കമ്പനി ആണെങ്കിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുക. അവിടെ പിന്നെ എനിക്കെന്താ പ്രസക്തി? പ്രസക്തി ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചത്. എന്നും ഡാഡിയും മമ്മിയും കൂടെ കാണില്ല. അപ്പോ കരുത്തായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാണിന്റെ തണല് വേണം ഈ കമ്പനിക്ക്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നീ ഒരു വിവാഹം കഴിക്കാൻ. ഉപദേശത്തിന് നന്ദി. ഇനി മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. കുറച്ചുകൂടി ഇരിക്കാം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന തണല്. ഞാൻ പറഞ്ഞ കരുത്തനായ പുരുഷൻ. ആരെക്കുറിച്ച് ചിന്തിക്കുന്നേ? സീതയെ പറ്റിയാണോ?
ഏയ്, അല്ല, ആരാ ഈ സീതയെന്ന് റാം പറയുന്നില്ലല്ലോ. രാമായണത്തിൽ ഒരു രാമനുണ്ട്. അപ്പോ പിന്തുടരാൻ ഒരു സീതയുണ്ടാവും. എന്നാ പിന്നെ പിന്തുടരുന്ന ആ സുന്ദരിയെപ്പറ്റി എന്നോട് പറഞ്ഞൂടെ? ഞാനിപ്പോ ചിന്തിച്ചത് ഒരു സുന്ദരി പറ്റിയല്ല. എന്റെ ചിന്തയിൽ എന്റെ അമ്മയായിരുന്നു. അറിയാലോ, പിണങ്ങി പിരിഞ്ഞ കഥയൊക്കെ. 5 വർഷം മുമ്പ് പിണങ്ങി പോന്നതാണെന്നറിയാം. എന്നാ അതിന്റെ കാരണം വ്യക്തമല്ല. കാരണമൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ ഞാൻ പോകുന്നത് എന്റെ അച്ഛന്റെ സ്മരണ പുതുക്കാന്. തഹസീൽദാരായിരുന്ന അച്ഛൻ മരിച്ചിട്ട് 15 വർഷം തികയുന്നു. ആ ദിവസം അമ്പലത്തിലും വീട്ടിലും അന്നദാനം നടത്താറുണ്ട്. പാവങ്ങൾക്ക് വസ്ത്രദാനം ചെയ്യാറുമുണ്ട്. അമ്മ ഇപ്പോഴും ആ പതിവ് തുടരുന്നുണ്ടാവും. എങ്കിലും എന്റെ കുറവ് തന്നെയാ. ഈ വർഷം ഒന്ന് പോണം. എന്തിനാ ഒരു ദിവസം ആക്കുന്നേ? കുറച്ചു ദിവസം അമ്മയ്ക്കൊപ്പം നിന്നിട്ട് പോന്നാ പോരെ? അങ്ങനെ നിന്നാ ശരിയാവില്ല. ഇപ്പോ കാത്തിരിക്കുന്ന മകനെ കാണുന്ന ആവേശത്തിലായിരിക്കും അമ്മ. കുറച്ചു ദിവസം നിന്ന് കഴിഞ്ഞാ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടേ അമ്മ വിടത്തുള്ളൂ. അമ്മ ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടുവച്ചിട്ടുണ്ടോ? അതെനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇത്തവണ പോവാൻ തീരുമാനിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ചിലരൊക്കെ എന്റെ നാട്ടിൽ നിന്നും സ്ഥലം മാറിപ്പോയി. ഒരു കടത്തിറങ്ങാനുള്ള ദൂരമേ ഉള്ളൂ. ബസ്സിലാണെങ്കിൽ കഷ്ടിച്ചൊരു 10 കിലോമീറ്റർ. എങ്കിലും അതൊരു അകലം തന്നെയാണ്. ഞാനവിടെ എത്തിയ വന്നെന്ന് അവരറിയണമെന്നില്ല. മൊത്തത്തിൽ റാമിന്റെ ലൈഫിൽ ഒരു ദുരൂഹതയുണ്ടല്ലോ. ഒരു ദുരൂഹതയില്ല. സ്നേഹമാണ് ഇവിടെ പ്രശ്നം. സ്നേഹിക്കുന്നവർ തമ്മിലാണ് ഇവിടെ പ്രശ്നം. മനസ്സിലായില്ല. അതൊക്കെ സാവകാശം നീ അറിയും. സീതയാണോ റാമിനെ അലട്ടുന്നത്? ചിലപ്പോ ആകണമെന്നില്ല. എന്നാൽ എന്റെ സ്വസ്ഥത കളയുന്നത് ഇപ്പൊ അവൾ തന്നെയാ. സീത, അവൾ മാത്രം. ഇതാമ്മേ, കുറച്ച് പുഴമീന. എന്തിനാ കുമാര ഇതൊക്കെ? ഒറ്റ വയറേ കഴിയാനുള്ളൂ. രാമനുള്ളപ്പോ അവന് വെച്ചു വിളമ്പുന്നതിന് സന്തോഷമുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. പിന്നെ നീ ഉച്ചയൂണിനുണ്ടാവോ? വരാൻ നോക്കാമ്മേ. എന്നാ ഇങ്ങോണ്ടാ. അറിയാലോ, ബുധനാഴ്ച രാമന്റെ അച്ഛന്റെ ആണ്ട. ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട്. അവൻ വന്നില്ലെങ്കിൽ എല്ലാവർക്കും ഒപ്പമിരുന്ന് അല്പം ചോറുണ്ണണം. അത്ര തന്നെ. ഞാൻ രാമേട്ടനൊന്ന് വിളിക്കാം. എടുക്കുമെന്നറിയില്ല. എടുക്കുവാണെങ്കിൽ അമ്മയുടെ സങ്കടങ്ങളെല്ലാം ഞാൻ പറയാം. മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞേക്ക്. 2 തവണ പോയതാ അങ്ങോട്ട്, അതും പറയാതെ. എന്നിട്ടറിയാലോ, എങ്ങനെയോ ചെന്ന വിവരം അറിഞ്ഞിട്ട് മാറി നിന്ന് കളഞ്ഞു അവൻ. കുറ്റം പറയാൻ പറ്റുമോ അമ്മേ? സീതയുമായിട്ടുള്ള കല്യാണം നടത്താനായി അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ. അന്ന് കണ്ണ് കാണാൻ വയ്യാത്തൊരു കൊച്ചിന്റെ കാര്യം പറഞ്ഞ് എല്ലാത്തിനും തടസ്സം നിന്നു. ഇന്ന് ആ കൊച്ചിന്റെ കാര്യമാണെങ്കിലോ കണ്ണ് കാണുന്നവരെക്കാൾ മിടിക്കുക. അന്ന് വാശി ഒന്ന് കളഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ മോനും മരുമകളൊക്കെ ഇവിടെ കണ്ടേനെ. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലമ്മേ. അമ്മയും സീതയും തന്നെ രാമേട്ടനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത്. അന്ന് ഞാനും കരഞ്ഞു പറഞ്ഞതാ, രാമേട്ടന് വാശി കയറിയ മറ്റാരെയും പോലെ അല്ലെന്ന്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കുമാര, എന്താ അമ്മേ? വിളിക്കുവോ നീ അവനെ? വിളിക്കും. എടുക്കുന്നത് വരെ വിളിക്കും.
സീതേ, സീത അറിഞ്ഞോ? എന്താ? രാമേട്ടൻ്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ടാ ഞാൻ രാമേട്ടനെ വിളിച്ചത്. 1000 തവണ വിളിക്കുമ്പോഴാ ഒരു തവണ എടുക്കുക. അതും എടുത്താലോ ഒരു വാക്ക്, അത്രേ ഉള്ളൂ. ഇന്ന് എന്താണെന്നറിയില്ല, വിളിച്ചപ്പോഴേ ഫോൺ എടുത്തു. അച്ഛൻ്റെ ആണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വരാൻ നോക്കാന്നും പറഞ്ഞു. സത്യമാണോ കുമാരേട്ടാ? 5 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ആണ്ടിൽ പങ്കെടുക്കണമെന്ന് തോന്നി. ആ തോന്നല് കെട്ടാനിരിക്കുന്ന പെണ്ണിൻ്റെ കാര്യത്തിലുണ്ടായ ആണ്ടിൽ പങ്കെടുക്കാനെത്തുന്ന ആൾ തിരിച്ചു പോകുമ്പോൾ സീതയും കൂടെ ഉണ്ടാവും. അമിത പ്രതീക്ഷയൊന്നുമില്ല. ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്. 2 വാക്ക് സംസാരിക്കാൻ വേണം. വെറുതെ ഒന്നും പറയുന്ന ആളല്ലെന്ന് അറിയാലോ. അതുകൊണ്ട് വരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് വരും, അത് ഉറപ്പാ. പ്രതീക്ഷയില്ലാതെ നടക്കുമായിരുന്നു ഞാൻ. എങ്കിലും ഇതിന് മുന്നോടിയായിട്ടായിരിക്കണം. ഇന്നലെ രാത്രി നല്ല സ്വപ്നങ്ങളാ കണ്ടത്. ശ്രീയേട്ടനെ പറ്റി തന്നെ. കതിർമണ്ഡപവും കല്യാണവും ഒക്കെ തന്നെയാ കണ്ടത്. എല്ലാം ശരിയാവും സീത. നിങ്ങൾ 2 ആളും നല്ലവരാണ്. പിന്നെ ഇടയ്ക്ക് സമയദോഷം കൊണ്ട് 2 ഇടത്തായി പോയി. അത് തീർന്നപ്പോ തിരിച്ചു വന്നു രാമേട്ടൻ. അങ്ങനെ കരുതല്ലേ? എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിക്കാണോ? സീതയോടും അമ്മയോടും കുറെ കാലം ദേഷ്യമായിരുന്നു. ഇപ്പൊ അത് മാറിക്കാണും. അതുകൊണ്ടാ വരാന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സീതയോടും എല്ലാം ആരി തണുത്ത് കാണുമല്ലോ. പോകുന്ന വഴിക്ക് ഒന്ന് അമ്പലത്തിൽ കയറണം. ഇനി ശ്രീയേട്ടന്റെ മനസ്സ് മാറരുതെന്ന് പ്രാർത്ഥിക്കണം. സ്വപ്നത്തിൽ കണ്ടത് നടക്കണമെന്ന് അല്ലേ? ശരി.